ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കളുടെ ഭാഗം പറയാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മൂന്ന് പാർട്ടികൾ, അതായത് മമത, DMK ആൻഡ് സമാജ്വാദി പാർട്ടി, അവിടെ ഒന്നും ആരും കൂറുമാറില്ല. കാരണം വെച്ചാൽ അവിടേക്ക് അവർ വളരെ കുറച്ച പേരുകളുള്ള പാർട്ടികളാണ്, വലിയ ശക്തിയുള്ള പാർട്ടികളാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കൂറുമാറാൻ സാധ്യതയില്ല. കോൺഗ്രസിന് ഇനി ആരും കൂറുമാറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം പറയാം, ഹിമാചലിൽ കൂറുമാറ്റിയിട്ട് ഇലക്ഷൻ നിർത്തിയവരൊക്കെ തോറ്റു. അത് നിങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞൂടാ. മനസ്സിലാക്കിയത് 6 പേരിൽ 4 പേര് ജയിച്ചെന്നാണ് BJP കൂറുമാറ്റിയിട്ട്. അപ്പോൾ ആ ഒരു കൂറുമാറ്റാതെ ഓപ്പറേഷൻ താമര എന്നാണ് അതിന് ഇട്ടിട്ടുള്ള പേര്. ഓപ്പറേഷൻ താമരയൊക്കെ വലിയ ശക്തി നമുക്ക് ഉണ്ടാകുമ്പോൾ നടപ്പാവും, അല്ലാതെ നേരത്തെ നടപ്പാവില്ല, റിസ്ക് എടുക്കേണ്ടി വരും എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാം, എത്ര നേരം നമ്മൾ ധ്രുവീകരണ രാഷ്ട്രീയം വിജയിക്കും? എങ്ങനെ അയോധ്യയിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അയോധ്യയിൽ എങ്ങനെ മറ്റേ അവതേശ്വർ പ്രസാദ് ഒരു ദളിത്താണ്, അദ്ദേഹം എങ്ങനെ അവതേശ്വർ പ്രസാദ് എങ്ങനെ ജയിച്ചു അവിടെ? അതൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ദളിത്താണ്. അതിൻ്റെ അർത്ഥം പ്രശ്നമായാലും കൃഷ്ണ പ്രശ്നമായാലും അതൊക്കെ ഒരു സമയം വരെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അത് നിൽക്കും. മാത്രമല്ല ഇത്തവണ വലിയൊരു തന്ത്രം എടുത്തിട്ടുണ്ട് മറ്റേ പ്രതിപക്ഷം. അവർ മുസ്ലിം MLA MP മാരെ നിർത്തിയതിൻ്റെ എണ്ണം വളരെ കുറച്ചു. ഞാനത് ചാനലിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അത് വളരെ നന്നായി. അതൊരു ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു തന്ത്രമാണ് എന്നുള്ള ആൾക്കാർ, ആ തന്ത്രം അവിടെ വിജയിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കൂട്ടായ്മ അപ്പുറത്തുണ്ടാകുമ്പോൾ അത് കൂറുമാറി, ഞാൻ പറയുന്നതൊന്നുമില്ല BJP ഗവൺമെൻറ് മറിച്ചിട്ട് 5 കൊല്ലമൊന്നും അവർ നിൽക്കില്ല എന്നുള്ള, അവർ നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മുഖ്യമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശൈലി ഉണ്ടല്ലോ, ഒരു ഏകാധിപത്യ ശൈലിയിലുള്ള ശൈലി, അത് മാത്രമല്ല ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ ശൈലി ഒഴിവാക്കിയിട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ ശൈലി, ഞാൻ വേറെ കോയിലേഷൻ നടത്തിയിട്ടുള്ള മൻമോഹൻ സിംഗും അങ്ങനല്ല, ഞാൻ അവരായതുകൊണ്ട് പറയുന്നത്, ഒരു അടൽ ബിഹാരി വാജ്പേയി ശൈലിയിലാണെങ്കിൽ ഇത് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല. കാരണം ഇതിനെ മറിച്ചിടാനായിട്ടുള്ള ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങി. ഞാൻ വരാം.